മദ്യപിക്കുന്നവൻ മദ്യപിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമല്ല, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസിയല്ല. പൂർവികരായ പണ്ഡിതന്മാർ അതിന് കുറേ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് വ്യഭിചരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് വ്യഭിചാരം നടക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ ഈമാനിനെ അള്ളാഹു ഉയർത്തിവെക്കുന്നതാണ്. എന്നിട്ട് വ്യഭിചാരാനന്തരം അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഈമാൻ നൽകിയേക്കും. ആ വ്യഭിചാരത്തിനിടക്ക് തന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈമാനില്ലാത്ത മരണമായി തീരും. കള്ളുടിക്കുമ്പോൾ അങ്ങനെ തന്നെ, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈമാൻ ഒഴിവാക്കും. വേറെയും ചില വിശദീകരണങ്ങളുണ്ട്. ആധുനിക കാലത്ത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ചില വിശദീകരണങ്ങൾ, വിശ്വാസിയാകുന്ന ഒരു മനുഷ്യൻ വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചാരം സാധ്യമല്ല എന്നാണ്. എന്ന് വെച്ചാൽ വ്യഭിചരിക്കുന്ന സമയത്ത് അവൻ തൽക്കാലത്തേക്ക് യുക്തിവാദിയായി മാറുന്നു എന്നാണ്. വ്യഭിചരിക്കുന്ന മനുഷ്യൻ തൽക്കാലത്തേക്ക് യുക്തിവാദിയായി മാറുന്നു. കാരണം യഥാർത്ഥത്തിൽ അവൻ മതവിശ്വാസം തുടരുന്നുവെങ്കിൽ, പൂർണ്ണമായി ഇസ്ലാമിൽ നിന്ന് മാറി കുഫറിലേക്ക് എത്തി എന്നല്ല ഞാൻ പറയുന്നത്, ഈമാനിന്റെ ചൈതന്യം നിലനിൽക്കുന്നുവെങ്കിൽ, ഈമാനിന്റെ സൗന്ദര്യം അവൻ ആസ്വദിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അൽ ഹയാത്തു ത്വയ്യിബ, വിശുദ്ധ ജീവിതം അവന് സന്തോഷം തോന്നുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് പോകില്ല. അവൻ്റെ യുക്തിയെയാണ് അപ്പോൾ കൂട്ടി നിർത്തുന്നത്. വ്യഭിചരിക്കരുതെന്ന് പറയുന്ന ഖുർആൻ വചനം, നിരവധിയായ ഹദീസ് വചനങ്ങൾ തൽക്കാലത്തേക്ക് അവൻ ബോധപൂർവ്വം മറക്കുന്നു. തൽക്കാലത്തേക്ക് ബോധപൂർവം അവൻ വിസ്മരിക്കുന്നു. എന്നിട്ട് യുക്തിവാദത്തിന്റെ പതിവ് രീതിയിലേക്ക് അവൻ എത്തുന്നു. നല്ലൊരു സന്ദർഭം, സുമുഖിയായൊരു പെണ്ണ്, ആരോഗ്യമുള്ള ഞാൻ, പിന്നെ എന്തിനാണ് ഞാൻ ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടത് എന്നവൻ ആലോചിക്കുന്നു. ആ സമയത്ത് അവൻ തൽക്കാലത്തേക്കെങ്കിലും വിശ്വാസിയല്ല, യുക്തിവാദിയാകുന്നു.